നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇൻ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. യെസ് ഓർ നോ? വീട്ടുമായിട്ട് പറയാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യും, പക്ഷെ ഒന്നും നിങ്ങൾക്ക് ആക്ഷനിലോട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഗ്രസീവ് പുരുഷ എനർജിയാണ്. നിങ്ങൾക്ക് ആ എനർജി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. യെസ് ഓർ നോ? വീട്ടുമായിട്ട് പറയാം. ശരിയാണോ? വെരി ഗുഡ്. അടുത്താണ് ഏറ്റവും ഭീകരമായ കാര്യം, നിങ്ങൾക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് പല ആൾക്കാരും നിങ്ങളെ പറ്റിക്കുന്നുണ്ടാവും, മുതലെടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാം അവർ പറ്റിക്കുകയാണെന്ന്, എന്നാലും നിങ്ങൾക്ക് തിരിച്ച് അവരോടത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളിങ്ങനെ വേദനിച്ച് ജീവിക്കുകയാണ്. ശരിയാണോ അല്ലേ? വീട്ടുമാറ്റി പറയാം. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾ പല സമയത്തും നിങ്ങൾക്ക് വരുമാനം തരുന്ന പൈസക്കാണ് നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കും, ആത്മാർത്ഥമായിട്ട് എക്സ്ട്രാ വർക്ക് ചെയ്ത് കൊടുക്കും. ശരിയാണോ? ശരിയാണ്, അത് ഇഷ്ടപ്പെട്ട്. എന്നാൽ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യുന്ന അനുസരിച്ചുള്ള വരുമാനം അവർ തരത്തുമില്ല, നിങ്ങൾക്ക് ചോദിക്കാനും പറ്റത്തില്ല. യെസ് ഓർ നോ? ഓക്കെ, യെസ് ഓർ നോ? വല്ലാത്തൊരു കോമ്പിനേഷൻ. ശരി, എത്ര ഇനിയും വേണം? ഹാൻഡ് റൈസ് ചെയ്യാം. ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളെ ഇമോഷണൽ ഇഡിയറ്റ്സ് എന്നും ഇമോഷണൽ ഫൂൾസ് എന്നും വിളിക്കാറുണ്ട്. നീ എന്ത് ഇത്ര സെന്റിമെന്റ്സ് ആണ്? കരയാൻ നീ നാണമില്ലേ? നാണമില്ലേ വിഷമിക്കാണെന്ന്? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യാം. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ആർക്ക് വന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്, പുരുഷന്മാരെ ഷെയർ ചെയ്യുന്നുണ്ട്, ഹൈ ബുക്ക് ചെയ്യാൻ മതി. എനിക്ക് കാണാൻ പറ്റുന്നത് ഗാലറി വ്യൂ ആണ് ഞാൻ നിൽക്കുന്നത്. കൈ ബുക്ക് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, ശ്രീജേഷ് ശ്രീനിവാസൻ. ഓക്കെ, ഫസ്റ്റ്. ഓക്കെ, ശ്രീജേഷ്. ഓക്കെ, ശ്രീജേഷ് കമോൺ. കാരണം എന്റെ അമ്മയുടെ ഫാമിലിയിലെ ഏറ്റവും ആദ്യത്തെ കൊച്ചാണ് ഞാൻ. അപ്പം ഭയങ്കര പാമ്പർ ചെയ്തിട്ടാണുള്ളത്. ഇങ്ങനെ അതിന്റെ വളർത്തു ദോഷമുണ്ട്. എനിക്ക് പെട്ടെന്ന് ആൾക്കാരോട് നോ പറയാൻ പറ്റത്തില്ല. അത് കാരണം ചിലപ്പോൾ എന്റെ പണിയും കൂടെ വിട്ടിട്ട് ഞാൻ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കും. സോ അത് ഭയങ്കര എനിക്ക് ഇഷ്യൂ ആണ്. അപ്പം എന്റെ കയ്യിൽ ഇപ്പൊ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോടും വെച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പറ്റുവാണെങ്കിൽ കടം കൂടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. അത് ശരിയാണ്. പിന്നെ ബട്ട് എനിക്ക് കരിയറിൽ നിങ്ങൾ ഫാമിലി, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഇന്ന് ടൈപ്പ് ചെയ്ത ആൾക്കാരെല്ലാം ഫാമിലിയിൽ ഞാൻ പറഞ്ഞോട്ടെ. അതെ, എന്റെ ഏറ്റവും വലിയ ഞാൻ വേറെ മിനിസ്ട്രിക്ക് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. ഞാൻ പുറത്ത് പോയിട്ടുള്ളതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെല്ലാം വിട്ടിട്ടാണ് ഇപ്പൊ ഫാമിലിയുടെ കൂടെ ഒന്ന് വർക്ക് ഫ്രം ഹോം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിന് നിങ്ങളെ ഇഷ്ടമായിരിക്കും, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ വലിയ ജീവനായിരിക്കും, എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി റോൾ മോഡൽ പോലെ ആയിരിക്കും. ശരിയാണോ? അതെ. എന്റെ മോള് എന്നോട് ചോദിച്ചൊരു പിന്നെ ഞാനിവിടെ ലീവിന് വരുമ്പോഴത്തേക്ക് അവളോട് കമ്പനിയായി വരുമ്പോഴത്തേക്ക് 10 ദിവസം കഴിയും. പിന്നെ പോകാൻ നേരത്ത് പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പാടെടുക്കും. അപ്പം പുള്ളിക്കാരി ഒരു വർഷം വന്നിട്ട് പോകാൻ നേരത്തിനോട് ചോദിച്ചു, ക്യാൻ യു ബി വിത്ത് മീ ഫോർ ഇൻഡെഫിനിറ്റ് ഡേയ്സ് എന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞു, ഓക്കെ ഞാൻ തിരിച്ചു കയറുന്നില്ല, സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ച് പാക്ക് ചെയ്ത് അയച്ചാൽ മതി. സോ അങ്ങനെ കട്ട് ഓഫ് ചെയ്തിട്ട് വരുമായിരുന്നു. സൂപ്പർ, താങ്ക് യു ശ്രീജേഷ്, താങ്ക് യു സോ മച്ച്. യെസ്, നെക്സ്റ്റ് ഈസ് പരമേശ്വരൻ. ഇനി ആർക്കും മൈക്ക് വേണം? മൈക്ക് ടൈപ്പ് ചെയ്തോ, കുറച്ച് പേർ കൂടെ മൈക്ക് തരാം, കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമസ്കാരം സാറേ, ഞാൻ ക്ലാസ് കേട്ടോണ്ടിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ സാർ. ഈ പറയുന്നത് ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ സാറിനോട് എപ്പോഴും പറയാറുണ്ട് ഞാനൊരു ശിവശക്തി ഉപാസകനാണ്. അപ്പൊ രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകാനറിയാം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഭാരതീയ കൾച്ചർ വെച്ച് നോക്കുമ്പോ ശിവശക്തി തത്വം പഠിച്ചാൽ ഇത് തന്നെയാണ്. കാരണം പുരുഷനിൽ സ്ത്രീയും പുരുഷനും ഉണ്ട്, സ്ത്രീയിൽ പുരുഷനും സ്ത്രീയും ഉണ്ട്. ഇതില് ഏത് ഡൊമിനേറ്റ് ചെയ്യുന്നു അതാവും. പക്ഷെ ഉപാസന എന്ന് പറയുന്നത് നമ്മളിൽ ആ നെഗറ്റീവായി നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ എന്നിലാണെങ്കിൽ പൗരുഷം കൂടുതലുണ്ട്, പക്ഷെ ബാലൻസ് ചെയ്യാനാണ് ഈ ഉപാസന എന്ന് പറയുന്നത്. സാറ് പറയുന്നത് തത്വം അതല്ലേ? അതെ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ദ ഷെയർ. യെസ്, അപ്പൊ നമുക്ക് ഇനി അടുത്ത അനീഷിന് കൊടുക്കാം. യെസ് അനീഷ്. സാർ നമസ്കാരം. യെസ് അനീഷ്, പറയാം. യെസ് സാർ, എനിക്ക് ചിരിച്ചിട്ടോ മനസ്സിലായിട്ട് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയില്ല. എപ്പോഴും ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നത്?
ഹലോ, കേൾക്കുന്നില്ല സാർ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്, കുഴപ്പമില്ല, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഭയങ്കര സാക്രിഫൈസിങ് ആണ് സാർ. സാക്രിഫൈസിങ് ആണ്, യെസ്. പിന്നെയാണെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ഒരു ഭയങ്കര ഒരു മാസമൊക്കെ ചിലപ്പോൾ ചിന്തിച്ചങ്ങിരിക്കും. ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് യാങ് എനർജി വേണം. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. സമയം ഇല്ലാതെ അടുത്ത ആളിലേക്ക് പോവാണേ. താങ്ക് യു സോ മച്ച്. ഇനി ഒരാൾ കൂടെ നമുക്ക് കുട്ടികൃഷ്ണപിള്ളി. ഓക്കെ, സാറേ നമസ്കാരം. നമസ്കാരം സാർ. യെസ്, സാറ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ എനിക്ക് വളരെ ലിങ്ക് ആവുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും വളരെ പ്രയാസമുള്ള കാര്യം, എനിക്ക് ആർക്കെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാതെ തിരിച്ചു ചോദിക്കാൻ എനിക്ക് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ നഷ്ടമാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഫാമിലിയാണ്, ഭയങ്കര ഇമോഷണലുമാണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ്. കാര്യങ്ങൾ മിക്കവാറും എല്ലാം എനിക്കുമായിട്ട് വളരെ ലിങ്ക് ആവുന്നുണ്ട് സാർ. താങ്ക് യു സാർ, താങ്ക് യു ഫോർ ദ ഷെയർ. ഓക്കെ സാർ, യെസ്. അപ്പോൾ ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന പുരുഷന്മാരാണ് ചോദിക്കണം, നിങ്ങളിപ്പം ഈ എനർജി അധികരിച്ച് നിൽക്കുന്ന പുരുഷന്മാർക്ക് കരിയർ ഇഷ്യൂസ്, ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ആൾക്കാരുടെ നോ പറയാൻ പറ്റില്ല, ഹാർഷായിട്ട് സംസാരിക്കാൻ പറ്റില്ല, അവരെന്ത് വിചാരിക്കുന്ന ചിന്തകരാണ്. ഇങ്ങനെയുള്ള നാനാവിധ ലേഡീസിന് അനുഭവപ്പെടാനുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. എത്ര പുരുഷന്മാർക്ക് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണം? ടൈപ്പ് ഇൻ മീ ചാറ്റ് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു കുറച്ച് ആൾക്കാരുണ്ട്, ഉറപ്പായിട്ട് നമ്മളൊന്ന് പഠിക്കും. അതിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഇന്നിൽ തന്നെ വളരെയധികം ഇന്നായിരിക്കും, യാങ്ങിൽ തന്നെ വളരെയധികം യാങ് ആയിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ കലിപ്പനും കാന്താരിയും എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്? ഭയങ്കര ഭർത്താവ് എടുത്തിട്ട് തല്ലുന്നത് കണ്ടില്ലേ, മറ്റേ തല്ലുന്നു. പക്ഷെ അത് എന്നാലും ആ ഒരു ഭർത്താവ് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ പുരുഷ മേധാവിത്വം ഭയങ്കര ഹാർഷാണ്. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാലോ, ഒരു കുഞ്ഞു വീഡിയോ കാണാം. എങ്ങനെയാണ് ഇത് റിയൽ ലൈഫിൽ വരുന്നത്? ഹൈ യാങ്ങും ഹൈ യിങ്ങും, പക്ഷെ അവർ തമ്മിൽ അട്രാക്ട് ആകും. ഈ ശ്രദ്ധിക്കണം, നിങ്ങളൊരു പുരുഷനാണ്, പക്ഷെ നിങ്ങൾക്ക് ഈ എനർജിയാണ് കൂടുതലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ലേഡീസ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? കാരണം നിങ്ങൾ ഈ എനർജിയാണ്. പക്ഷെ ലേഡീസിന് നിങ്ങളുടെ അട്രാക്ഷൻ തോന്നില്ല. അട്രാക്ഷൻ, അതായത് ഒരു സെക്ഷൽ അട്രാക്ഷൻ വരുന്നത് ഇങ്ങും യാങ്ങും തമ്മിലായിരിക്കും എപ്പോഴും. പക്ഷെ നിങ്ങൾക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തോന്നും. അപ്പം ഗേൾസും നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾ അവരെ പോലെ സംസാരിക്കുന്നു, അവരെ പോലുള്ള കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പുരുഷന്റെ കാര്യം വന്നാൽ ഇങ്ങനെയാണ്. പുരുഷനാണ് പറഞ്ഞത്. അടുത്ത ലേഡീസിന്റെ കാര്യമാണ് ഇങ്ങനെയാണ്. ലേഡീസിന് നിങ്ങൾ യാങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ബോയ്സ് ആയിരിക്കും. ബോയ്സിന് നിങ്ങൾ കംഫർട്ടബിൾ ആയി തോന്നും, പക്ഷെ ബോയ്സിന് നിങ്ങൾ അട്രാക്ഷൻ തോന്നില്ല. വൈ? ബിക്കോസ് ദേ കൺസിഡർ യു ആസ് എ ബോയ്. എത്ര പേരും ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്യുന്നുണ്ട്? ടൈപ്പ് ഇൻ ഐ ഇൻ ചാറ്റ് ബോക്സ്. ഒരുപാട് ഫ്രണ്ട്സ് കാണും, പക്ഷെ അവർക്ക് വിവാഹത്തിലോട്ട് പോകാൻ പറ്റില്ല. കാരണം വിവാഹത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഫീലിംഗ് ഇല്ല, എനിക്ക് നീ എൻ്റെ ഒരു ബഡ്ഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ഒരു നട്ട് തോന്നും. ഓക്കെ, യെസ്. നമുക്കൊരു കലിപ്പനും കാന്താരിയും കാണാം. അപ്പൊ ഈ കലിപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണോ യാങ് ആണോ? ഒന്ന് വീട്ടുമാരായിട്ട് പറഞ്ഞ കലിപ്പൻ, ഈ പയ്യൻ ഇന്നാണോ യാങ് ആണോ? വീട്ടുമാരി പറയാം. യാങ്ങിന്റെ അധികം. ഓക്കെ, കാന്താരി നോക്കട്ടെ. ഇതാണ് കാന്താരി. കാന്താരി എന്ന് പറയുമ്പോ ഇന്നാണോ യാങ് ആണോ? വീട്ടുമാരി പറയാം. ഇന്നിന്റെ ഇന്നാണ്. ഭയങ്കര ശ്രീണതയാണ് ഇവിടെ, ഭയങ്കര പുരുഷ എനർജിയാണ്. നമുക്ക് വീഡിയോ കാണാം. പോയിട്ടേ 100 കൂട്ടം പരിപാടിയുണ്ട്. ഇപ്പൊ നീ സമാധാനപ്പെടും, സമയമാവുന്നല്ലേ ഉള്ളൂ, അവര് വരും. സൗണ്ട് ഓക്കെ ആണ്. ടൈപ്പ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു. സർ. ഞാൻ പോകും. എന്താ ലേറ്റ്? അതെ, ഒരു കാര്യം, ഞാൻ ഈ ലൈൻ സെറ്റ് ആക്കി. എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചരണം കേട്ടോ. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാം.
ഒരു മിനിറ്റ് ചേച്ചി, ഇതേ ഈ വഴി ഒന്ന് നോക്കി ചേച്ചി. അയ്യോ എനിക്കറിയാം ചേച്ചി രാവിലെ തൊട്ടടക്കം ഒന്ന് നോക്കി എടോ എനിക്ക് ഒരു അറിയത്തില്ലടോ help ചെയ്തൂടെ ചേച്ചി? എടോ എനിക്ക് അറിയത്തില്ലടോ താങ്കളുടെ പെണ്ണോട് അനാവശ്യം പറയുന്നത്. ഇവിടെ ഞാൻ വഴി ചോദിച്ചല്ലോ, വഴി ഉറപ്പിക്കാനല്ലോ. അട്രാക്ഷൻ ഹീറോ. ഏട്ടായി ഏട്ടായി നമ്മൾ എവിടെ പോവാ ഏട്ടായി? നമ്മളെ വീട്ടിലോട്ട് പോവാ. നീ എന്ത് ഈ തട്ടിത്തറപ്പിച്ച് നടക്കുന്നത് കൊച്ചു പിള്ളേരുടെ വീട്ട്? ഞാൻ കാന്താരിയല്ലേ ഏട്ടായി? ആ കാന്താരി അടങ്ങിയിടി. സോറി കാന്താരിയൊക്കെയാ തേടാപ്പാല വണ്ടി പോകുന്ന റോഡാ. വണ്ടി അങ്ങനെ തട്ടി ഇവിടെ കിടന്ന് അവിടെ ഇട്ട് ഞാൻ ചവിട്ടി കൂട്ടുന്നില്ല. നോക്കിക്കോ സൗണ്ട് ഞാനങ്ങ് കൊള്ളു. ഇങ്ങോട്ട് നടന്നേ നടന്നേ. കണ്ടോ ഞാൻ പറഞ്ഞത് കണ്ടോ നീ? എന്താ ഏട്ടായി? എടി ഇപ്പൊ വണ്ടി തട്ടി നീ താഴെ കിടക്കത്തില്ലായിരുന്നോ? എടി താഴെ കിടക്കുമായിരുന്നോ? എന്തുവാ നീ കണ്ടിട്ടോ? ഭാഗ്യം വണ്ടി ഇടിച്ചില്ല, കൈ ഒടിഞ്ഞതേ ഉള്ളൂ. എന്തൊരു കെയറിങ് എന്റെ ഏട്ടായിക്ക്. എന്റെ ഭാഗ്യം. ഏട്ടായി ചേട്ടായി എന്താ ഒരു മിനിറ്റ് ലേറ്റ് ആയത്? സോറി ചേട്ടായിനോട് പിണങ്ങല്ലേ? നാളെ മുതൽ ഈ പോയിന്റ് നേരത്തെ നീ എത്തിയേക്കണം. കേട്ടല്ലോ? നിക്കേ ചുരിദാറിന്റെ രണ്ട് കൈ എന്തിയേ? നാളെ കൈയുള്ള ചുരിദാർ ഇട്ടോണ്ട് വരണം. ഷോളം തേടി കമ്മല് ചേർത്തിട്ടി പോയി മുടി കെട്ടി വെക്കടി. ചേട്ടായി ഇങ്ങനെ മറക്കുവാ. ചേട്ടായി സോറി ചേട്ടായി, കാത്തിരുന്ന് ബോറടിച്ചോ? അവിടെ പോയി ഞാനേ കോട്ടയം വരെ പോയി. കോട്ടയത്ത് എന്തോ പഠിത്തമൊക്കെ കഴിഞ്ഞവരെ വിദേശത്ത് പോകാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കോട്ടയത്ത്, REG എന്ന് പറയുന്നത്. അവരുടെ ഹെഡ് ഓഫീസിലേക്കാണ്. ഒന്നും വേണ്ട. ഇന്നെന്താ ഇപ്പൊ പോകുന്നേ? എനിക്ക് സഹിക്കാം. അച്ഛനോട് സംസാരിച്ചോ പറയാം, കാമുകനോട് സംസാരിക്കുവാന്ന്. എനിക്ക് വയ്യടേ. എടി നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു, നിന്റെ കുടുംബത്തിനും നിന്റെ സ്വഭാവത്തിനും പറ്റിയൊരു പയ്യനല്ലാതെന്ന്. നീ കേട്ടോ? ഞാൻ എത്ര ദിവസം കൊണ്ട് ഷോൾ ഇടുവാന്ന് അറിയാമോ? എനിക്ക് നേരെ ഷോൾ ഇട്ടോണ്ട് നടക്കണം. വലിയ കമ്മലിടാൻ പാടില്ല, മുടി അടിച്ചിടാൻ പാടില്ല. ഇത് പെമ്പിള്ളേർക്ക് ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്ട് എന്ന സാധനം. അത് കിട്ടിയില്ലെങ്കിൽ ഇട്ടേച്ച് പോണം. ഇത് എവിടെ ആരാണ് ടൈപ്പ് ചെയ്യാം? കറക്റ്റ്. എനിക്ക് കൊണ്ട് സെൽഫ് റെസ്പെക്ട്. ഇനി ഞാൻ വിളിച്ച എടുക്കത്തില്ല, എനിക്ക് സംസാരിക്കാൻ വേണ്ട. നീ പെണ്ണാന്ന് ഞാൻ പറയും. എടുക്കരുത്, അവൻ വിളിച്ചാൽ ഒന്നും എടുക്കരുത്. ചേട്ടായി എടുക്കരുത്, നീ ഫോൺ എടുക്കരുത്, എടുക്കരുത്. എടുത്തു പോ. ഹലോ ചേട്ടായി പറ. സർക്കാര് അവളെന്താ വരാത്തത്? എത്ര നേരമായി? ഇതുവരെ മനസ്സിലായില്ലടാ പൊട്ട. ഇന്നലെ നീ കോൾ ബിസി ആയിരുന്നല്ലോ, എന്തുവായിരുന്നു? ബിസി ആവും, കോൾ വെയിറ്റിംഗ് ആവും, എന്തെങ്കിലും ചെയ്യാൻ തലേ കുത്തി നിൽക്കും. നിനക്കെന്താടാ? ആവശ്യമുണ്ട്. നീ എന്നോട് തന്നെയാണ് നീ സംസാരിക്കുന്നേ? നിനക്ക് ഇതുവരെ മനസ്സിലായില്ലടാ പൊട്ട. നിന്നെ ഇന്ന് ഞാൻ കരയിപ്പിക്കും. നിനക്ക് എന്നെ വല്ല ആവശ്യമുണ്ടോ വെറുതെ തല്ലി മേടിക്കാനായിട്ട്? ഇതൊക്കെ ബ്രേക്കപ്പ് ചെയ്യും. എന്റെ ചേട്ടായി എന്നെ തല്ലും കൊല്ലും. എനിക്കില്ലാത്ത പ്രശ്നമല്ലോ കണ്ടു നിൽക്കുന്നവർക്ക്. ആരോടാ? ഇങ്ങോട്ട്. നിങ്ങൾക്കാണോ പ്രശ്നം? എനിക്കില്ലാത്ത പ്രശ്നം. ചേട്ടായി അവിടെ വീട്. ക്ലൈമാക്സ് നിങ്ങൾ കാണുക. പറയേണ്ട ആവശ്യം ഒരു ലിമിറ്റേഷനും ഉണ്ട് അതിന്. അതെന്റെ ഒരു ഔദാര്യമായിട്ട് നീ കണ്ടാ മതി. കേട്ടല്ലോ? ഇതെല്ലാം അഴിച്ചു വെച്ച് റേഷൻ കട പോയി മണ്ണെണ്ണ അരി മേടിച്ചോണ്ട് വന്നേ. ചെല്ലേ. ശരിയാ, ഏട്ടായി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. എടാ ബോധ, എന്നെ നിനക്ക് ചതിക്കാൻ പറ്റത്തില്ലടാ. ഞാൻ ചതി വീഴത്തില്ലടാ. എന്തൊരു കേറിങ് എന്റെ ഏട്ടായിക്ക്. ഏട്ടായി റേഷൻ കട എവിടാ? ഏട്ടായിക്ക് അടിപൊളി സർപ്രൈസ് കൊടുക്കണം. ഏട്ടായി ഞെട്ടിക്കണം. അവൻ എന്നോട് കമ്പനി പറയേണ്ട ആവശ്യം എന്തുവാ? ഇതാണ് കുട്ടികളെല്ലാം കൂടെ കൊണ്ടിട്ട് ഇവിടെ. അവനെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ
അവനെ തുണ്ടമാക്കും. സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട്. ചേട്ടായി, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ സർപ്രൈസ് ഞെട്ടിയില്ലേ ചേട്ടായി? എന്തൊരു പൊടിയാണ് നിന്റെ ദേഹത്തൊക്കെ. എന്തൊരു കെയറിങ് എന്റെ ചേട്ടായിക്ക്. എന്റെ ഫോട്ടോയിൽ ഒരു തുള്ളി പൊടി ഇരിക്കുന്ന ചേട്ടായിക്ക് ഇഷ്ടമല്ല. എന്റെ ഒരു ഭാഗ്യമേ. Okay, so climax was really awesome. എന്തൊരു കെയറിങ് ആ ചേട്ടായി അല്ലേ? താങ്ക് യു സോ മച്ച്. സോ ഹൗ മെനി ഓഫ് യു ലൈക്ക് ദിസ് ടൈപ്പ്? യെസ് എന്ന് ചാറ്റ് ബോക്സ്. ലാസ്റ്റ് കൊന്നു. ഇത് ഇങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഉണ്ട്. യാങ് നമ്മൾ കണ്ടെന്ന് പറഞ്ഞ യാങ് മാരിയിങ് ഇൻ. ഓക്കെ, നമ്മൾ ഇവിടെ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ എടുത്തത് ലേഡീസ് വിത്ത് യാങ് എനർജി, പിന്നെ ലാസ്റ്റ് എടുത്തത് മെൻ വിത്ത് ഇൻ എനർജി. യെസ്. ഇനി നമ്മളിതെല്ലാം എന്തിനാണ് പഠിച്ചത്? ഓക്കെ, നമ്മൾ വെറുതെ അല്ലല്ലോ പഠിച്ചത്, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയല്ല പഠിച്ചത്. നമ്മളിത് പഠിച്ചതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. എത്ര റെഡിയാണ്? ആ റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ലേഡിയാണ്, നിങ്ങൾക്ക് യാങ് എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലുള്ളത്. നിങ്ങൾക്ക് യാങ് എനർജിയാണ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഫാമിലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ പക്ഷെ അഫർമേഷൻ ഇടുകയാണ്, എനിക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടുവാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു, ഇങ്ങനെയുള്ള നല്ല അഫർമേഷൻസ് എഴുതുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുവാണ്, നിങ്ങൾ ക്ഷമിക്കാൻ തുടങ്ങുവാണ്. ഇത് വർക്കാവുമോ? ഈ എനർജി കൂടുതൽ നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഫാമിലി ലൈഫ് സ്മൂത്ത് ആവുമോ? യെസ് ഓർ നോ? വർക്കാവത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് എനർജി ഇംബാലൻസ് ആണ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് ലേഡീസ് വിത്ത് യാങ് എനർജി പോലെ തന്നെ മെൻ വിത്ത് ഇൻ എനർജി. നിങ്ങൾക്ക് സ്ത്രൈണ എനർജിയാണ് കൂടുതലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ക്രൈസിസ്, ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല, സെൻസിറ്റീവ് ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണ് എനർജി ബാലൻസിങ്. ശ്രദ്ധിക്കുക, എനർജി ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ലേഡീസ് യാങ് എനർജി കൂടുതലാണ്, അപ്പം നിങ്ങൾക്ക് പുരുഷ എനർജിയാണ് കൂടുതൽ. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാം, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്നേഹം തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് യാങ് എനർജിയാണ് കൂടുതൽ. ഓക്കെ, അഫർമേഷൻസ് ഉണ്ടാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ആദ്യം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എനർജിയാണോ ഇല്ലാത്തത് അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇല്ലാത്തത് എന്ത് എനർജിയാണ്? ഇൻ എനർജിയാണ്. ഇത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ബാലൻസ് ആവും. പുരുഷന്മാരെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സ്ത്രീ എനർജിയാണ് കൂടുതലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കൂടിയ എനർജീനെ കുറയ്ക്കാൻ നോക്കരുത്. കാരണം നമ്മുടെ എല്ലാ ലൈഫിലും ഞാൻ പറഞ്ഞില്ലേ, സ്നേഹിക്കാൻ അറിയുന്ന ഒരു പുരുഷനെ എല്ലാ സ്ത്രീകൾക്കും ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം വേണ്ട എന്താണ്? നിങ്ങൾ കരിയറിലൂടെ അടിപൊളിയാവണം, സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കാനും പറ്റണം. അപ്പൊ നിങ്ങൾ കൂടി നിൽക്കുന്ന ഇൻ എനർജി അതുപോലെ നിന്നോട്ടെ. നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള യാങ് എനർജീനെ നിങ്ങൾ ഉണർത്തിയെടുത്തിട്ട് ആ പുരുഷ എനർജീനെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ലൈഫിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, സാർ ഇതിൽ ഇൻ എനർജിയാണോ യാങ് എനർജിയാണോ? ഞാൻ ശരിക്കും ഏത് എനർജി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഗുഡ്, വെരി ഗുഡ്. നിങ്ങളപ്പോൾ എന്നെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻ എനർജിയാണ് കൂടുതലും. പക്ഷെ ഞാനിത് പഠിച്ചതിന് ശേഷം എങ്ങനെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്തെടുത്ത് എൻ്റെ യാങ് എനർജി ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് എനിക്ക് ഫൈനാൻഷ്യലി കയറി വരാൻ പറ്റിയത്.
പിടികിട്ടുന്നുണ്ടോ? പക്ഷേ കൂടുതലും എനിക്ക് ഇന്നത് ചെയ്യാൻ സെൻസിറ്റീവാണ്, എനിക്ക് പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് കരച്ചിൽ വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ചിരിക്കും, പിന്നെ എല്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. The thing is that I practiced and I brought it forward. മുന്നോട്ട് കൊണ്ടുവന്നു. സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ നോ പറയേണ്ടത് നോ പറയണം, പെട്ടെന്ന് തീരുമാനങ്ങൾ, ക്രൈസിസിൽ തീരുമാനങ്ങൾ, ഇതെല്ലാം യാങ്ങിന്റെ പുരുഷ എനർജിയാണ്. എത്ര പേർക്ക് അതിന്റെ കറക്റ്റ് സ്റ്റെപ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ട്? ടൈപ്പ് ഇൻ BA in the chat box. അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായിട്ട് മാറുന്നുണ്ടാവും. യെസ് സാർ, മിക്സ് ഓഫ് ദീസ് ടു ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം എവിടെയാണെന്ന് നോക്കണം. നമ്മളത് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് തന്നെയാണ്. മിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഏത് എനർജിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. യാങ് എനർജി കൂട്ടാൻ എന്ത് ചെയ്യണം? ശില്പ ചെയ്യുന്നു. ശില്പ ഇന്നറിയും. അപ്പോൾ യാങ് എനർജി കൂട്ടണം എന്ത് ചെയ്യണം? നമ്മൾ പ്രോബ്ലം എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ചെയ്യും. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് ബ്രേക്ക് തരുവാണ്. 5 മിനിറ്റ് ബ്രേക്ക്. 10:03 10:08 നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വരിക. അതിനുശേഷം നമ്മളൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പോവാണ്. സ്ട്രെച്ച് ചെയ്തിട്ട് വാഷിൽ പോകണമെങ്കിൽ വാഷിൽ പോയിട്ട് മുഖം കഴുകിയിട്ട് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിച്ചിട്ട് വരിക. ഓക്കെ, അതിനുശേഷം നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് Recording stopped. ഓർഡർ ചെയ്ത് നോക്കണം.